വിഷാംശം ശരീരത്തിൽ പ്രവേശിച്ചവരെ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം കലർത്തിക്കൊണ്ട് അവരുടെ കെടുരക്തത്തിൽ നിന്ന് അവരെ വിശുദ്ധീകരിച്ചുകൊണ്ട് ത്വക്ക് രോഗങ്ങളിൽ നിന്ന് മറ്റൊരു രോഗങ്ങളിൽ നിന്ന് മാംസത്തിൻ്റെ ചൊറിഞ്ഞു പൊട്ടകളിൽ നിന്ന് സുഖപ്പെടുന്ന സന്ദേശമുണ്ട്. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ചൊവ്വാഴ്ചത്തെ ഉടമ്പടി ധ്യാനം കൂടിയിട്ടുള്ളവരാണ് നിങ്ങൾക്ക് അറിയാമായിരിക്കും. അതിലെ രോഗസൗഖ്യ പ്രാർത്ഥനയിൽ അച്ഛൻ പ്രത്യേകം പരാമർശിച്ചത് ത്വക്ക് രോഗം സുഖപ്പെടുത്തുന്നു എന്നുള്ളതാണ്. അതിനകത്ത് പ്രത്യേകം പരാമർശിച്ച 2 സ്ഥലങ്ങൾ, ഒന്ന് കാലിൻ്റെ മടക്കുകളിലും ഒന്ന് കഷത്തിൻ്റെ അവിടെയുമാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ അലർജി ഉള്ളത് ആ ഒരു ഏരിയയിലായിരുന്നു. കഷത്തിലും മടക്കുകളിലും കാലിൻ്റെ മടക്കുകളിലും ചൊറിഞ്ഞു പൊട്ടുകയും അത് അലർജി ആവുകയും വെള്ള പാണ്ടാടെ മാറുകയും ചെയ്യുന്ന വ്യക്തികളെ കർത്താവ് സൗഖ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. കർത്താവ് ഇതിന് തിരുമുറവാർന്ന് അണിപ്പൊഴുതാർന്ന് വലതുകരം ഓരോ മകളുടെ മേലും വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കാരണം ഞാനിവിടെ ഗൾഫിലാണ്. ഞാനിത് ഓയിൻമെൻറ്റ് അപ്ലൈ ചെയ്തില്ലെങ്കിൽ എനിക്ക് വീണ്ടും ഇതുപോലെ ചൊറിഞ്ഞ് പൊട്ടും. അപ്പം ഇവിടെ വെച്ച് എൻ്റെ ഓയിൻമെൻറ്റ് തീർന്നു പോയി. അത് ഇവിടുത്തെ മെഡിക്കൽ സ്റ്റോറിൽ ചോദിച്ചപ്പോൾ അത് സ്റ്റിറോയിഡ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് പ്രിസ്ക്രിപ്ഷൻ വേണമെന്ന് പറഞ്ഞു. പിന്നെ ഇവിടുത്തെ ഹോസ്പിറ്റലിലൊന്നും പോകാൻ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം നാട്ടിൽ വളരെ ചുരുങ്ങിയ എമൗണ്ടിൽ കിട്ടുന്ന ആ ഒരു ഓയിൻമെൻറ്റ് ഇവിടുത്തെ ഹോസ്പിറ്റലിൽ അധികം പൈസ മുടക്കിപ്പോയി ആ ഓയിൻമെൻറ്റ് മേടിക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ലായിരുന്നു. ഇപ്പം ചില ചൊറിച്ചിൽ സഹിച്ചാലും വേണ്ടില്ല ആ ഓയിൻമെൻറ്റ് നാട്ടിൽ നിന്ന് ആരെങ്കിലും കൊണ്ട് മേടിപ്പിക്കുക എന്നൊരു ഉദ്ദേശത്തോടെ നിന്നു. പക്ഷേ അതെനിക്ക് കിട്ടാൻ ഏകദേശം 1-2 ആഴ്ചയോളം എനിക്ക് എടുത്തു. ആ ഒരു സമയത്താണ് എൻ്റെ ഈ സ്കിന്നിലുള്ള ഈ അലർജിയുടെ തീവ്രത ഞാൻ മനസ്സിലാക്കിയത്. കാരണം എനിക്ക് ഭയങ്കരമായിട്ട് ദേഹം മുഴുവൻ ഇതുവരെ ഇങ്ങനെ ചൊറിഞ്ഞ് തടിക്കാത്തവരെല്ലാം ഇങ്ങനെ അലർജി പോലെ വന്നു. മാക്സിമം ഞാൻ ചൊറിയാതിരിക്കാൻ നോക്കും, പക്ഷേങ്കിൽ എനിക്ക് പറ്റത്തില്ല. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ള 2 സ്ഥലമായിരുന്നു. ഒന്ന് ഈ കഷത്തിൻ്റെ അവിടവും അതുപോലെ തന്നെ കാലുകളുടെ മടക്കും. കാരണം നമ്മൾ പബ്ലിക്കിലൊക്കെ പോയി നിന്നാലും നമുക്ക് അവിടെയൊക്കെ ചൊറിയണമെന്ന് തോന്നിയാൽ ഞാൻ ചൊറിയില്ല, പക്ഷേ ഞാൻ ഡ്രസ്സ് കൊണ്ട് ഇങ്ങനെ ഉരയ്ക്കുകയാണ് ചെയ്യാറ്. അപ്പം ഏറ്റവും കൂടുതൽ കിടക്കുമ്പോൾ ആണെങ്കിലും ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട്. കാരണം നമുക്ക് കൈ അവിടം വരെ എത്തില്ല, നമുക്ക് എഴുന്നേറ്റ് നിന്ന് ചൊറിയേണ്ടി വരും കഷത്തിൻ്റെ ഇവിടെ. അപ്പോൾ എനിക്ക് ശരിക്കും ഞാൻ മാനസികമായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടി. അപ്പോൾ ഈ അച്ഛൻ ഇങ്ങനെ ഇത് പറഞ്ഞപ്പോൾ ഞാൻ തന്നെയാണ് അതെന്ന് ഉറച്ച് വിശ്വസിച്ച് ഞാൻ നന്നായിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. അപ്പോൾ എന്നിട്ട് ഞാൻ ഓയിൻമെൻറ്റ് യൂസ് ചെയ്തതേ ഇല്ല. 2-3 ദിവസത്തേക്ക് ഞാൻ ഓയിൻമെൻറ്റ് യൂസ് ചെയ്തില്ല. സാധാരണ ഒരു ദിവസം യൂസ് ചെയ്തില്ലെങ്കിൽ തന്നെ എനിക്ക് വീണ്ടും ഈ അലർജി തുടങ്ങുന്നതാണ്. പക്ഷേങ്കിൽ ചൊവ്വാഴ്ച കഴിഞ്ഞു, ബുധനാഴ്ച കഴിഞ്ഞു, വ്യാഴാഴ്ചയായി, എന്നിട്ടും ഒരു മാറ്റവും ഇല്ല. അതായത് എനിക്ക് വീണ്ടും അവിടെ കുരുക്കൾ പോലെ വരുന്നില്ല, മറിച്ച് അവിടെ നന്നായിട്ട് ഉണങ്ങി അവിടുത്തെ സ്കിന്നിങ്ങനെ പീൽ ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾ കാണുന്നത് പോലെ. കാരണം ഇതിന് മുമ്പുള്ള ഫോട്ടോ ഞാൻ എടുത്ത് വെച്ചിട്ടില്ല. കാരണം ഇങ്ങനെ ഒരു സൗഖ്യം കിട്ടുമെന്ന് നമുക്ക് മുൻകൂട്ടി അറിയത്തില്ലല്ലോ. അപ്പം ഇത് കഴിഞ്ഞ് ഇതിനേക്കാളും വേസ്റ്റായിട്ടുള്ളൊരു സിറ്റുവേഷൻ ആയിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്. പക്ഷേങ്കിൽ ഇപ്പം അത് നോക്കുമ്പോൾ പൂർണ്ണമായിട്ടും അത് കരിഞ്ഞ് അതിൻ്റെ തൊലികളൊക്കെ പൊളിഞ്ഞ് പോകുന്നതാണ് കാണുന്നത്. എനിക്ക് ശരിക്കും ഇത് വിശ്വസിക്കാൻ പറ്റണില്ല. കാരണം അത്രയും വലിയൊരു രോഗസൗഖ്യമാണ്. എൻ്റെ ഉടമ്പടി നിയോഗത്തിലൊന്നും ഞാൻ ഈ കാര്യം വെച്ചിട്ടില്ല. പക്ഷേ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. എനിക്ക് ഓയിൻമെൻറ്റ് കിട്ടാതെ വന്നപ്പോൾ ഞാൻ നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇതിലൂടെ മനസ്സിലായ ഒരു കാര്യം, നമ്മൾ എന്തുമാത്രം നിയോഗങ്ങൾ എഴുതി വെച്ചാലും നമുക്ക് തക്ക സമയത്ത് നമുക്ക് എന്താണോ ആവശ്യം അത് ദൈവം നമുക്ക് നൽകും എന്നതാണ് എനിക്ക് മനസ്സിലായ കാര്യം. കാരണം എനിക്ക് ഈ ഒരു സമയത്ത് എൻ്റെ നിയോഗങ്ങളെക്കാളും കൂടുതലായിട്ട് എനിക്ക് വേണ്ട ഒരു കാര്യം ഇതായിരുന്നു. പക്ഷേ അത് ഞാൻ നിയോഗങ്ങളുടെ കൂടെ നിയോഗങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ പോലും ഞാൻ ഈ കാര്യം പറഞ്ഞിരുന്നില്ല. പക്ഷേ എനിക്ക് എൻ്റെ ആവശ്യം അതാണെന്ന് കണ്ടറിഞ്ഞ ദൈവം എനിക്കത് നടത്തി തന്നു. ഇത്രയും വലിയൊരു അനുഗ്രഹം തന്ന ഈശോയ്ക്കും അമ്മ മാതാവിനും ഞാൻ 1000 നന്ദി പറയുന്നു. എനിക്ക് അവിടെ വന്ന് ഈ സാക്ഷ്യം പറയാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാനിതിപ്പം ഇങ്ങനെ ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. ഈശോയെ നന്ദി.